What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Garden channel. Liam Delap. നമ്മുടെ ഇപ്സ്വിച്ച് സ്ട്രൈക്കറിന്റെ റിലീസ് ക്ലോസ് ഇഫ് ഇപ്സ്വിച്ച് ഗെറ്റ്സ് റെലിഗേറ്റഡ്, അത് ഏകദേശം ഉറപ്പായി. പുള്ളിക്കാർ അവർ റെലിഗേറ്റഡ് ആവും. വെറും 30 മില്യൺ. വെറും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ പ്രൈസിംഗിലേക്ക് വെച്ച് നോക്കാൻ നേരത്തെ ഇവനെ പോലെ ഒരു നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ 30 മില്യൺ. അവൻ 12 പ്രീമിയർ ലീഗ് ഗോൾസ് ആണ് ഈ സീസൺ അടിച്ചിരിക്കുന്നത്. അതിൽ ആകെ കൂടെ ഇപ്സ്വിച്ച് അടിച്ചിരിക്കുന്നത് 32 ഗോൾസ് ആണ്. അതിലെ 40% ഗോൾസ് ഇവൻ അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് ഇത്രയും ഗോൾ അടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ 1 ഗോൾ എന്ന് അടിച്ചത് ചെൽസിക്കെതിരെ തന്നെയാണ്. സോ ഓവറോൾ ഡെലാപ്പ് ഇപ്പൊ 30 മില്യൺ അവൈലബിൾ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നു, ചെൽസി നോക്കുന്നു. എന്നാൽ ആർസണലിനെ പറ്റിയ ഒരു പ്രൊഫൈൽ അല്ല. കാരണം അവർക്ക് അടുത്ത സീസൺ ടൈറ്റിൽ ജയിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും. നമുക്ക് 2045 ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഡെലാപ്പിനെയൊക്കെ സൈൻ ചെയ്ത് അവനൊക്കെ ഒന്ന് ഡെവലപ്പായി വരും, അല്ലെങ്കിൽ അവന്റെ കൊച്ചുങ്ങളൊക്കെ ഡെവലപ്പായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം മൂത്ത് നരച്ച് അല്ലെങ്കിൽ പടിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ക്ലബിന് നമ്മുടെ കമ്പനിന് ദീർഘവിഷനാണ്. ഭയങ്കര ആ ദീർഘവിഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓണേഴ്സ് ആണെന്ന് തോന്നുന്നു ലോകം ഉരുണ്ടതാന്ന് കണ്ടുപിടിച്ചത്. കാരണം കപ്പൽ കയറി വരുമ്പോഴത്തേക്കും പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ കണ്ടോ, കപ്പലിന്റെ ആ കൂടെ തലഭാഗം മാത്രം കാണുന്നു, പിന്നെ പതുക്കെ കാണുന്നു. അങ്ങനെ ഇത് അത്രയ്ക്ക് ദീർഘവിഷനാണ് നമ്മുടെ ഓണേഴ്സ്. ആ ലെവലാണ് നമ്മുടെ ഓണേഴ്സ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഓണേഴ്സിനെ സംബന്ധിച്ച് ഡെലാപ്പിന് ഒരു 30 മില്യൺ സൈൻ ചെയ്യുന്നതിൽ വലിയ കാൽക്കുലേഷൻ ആവശ്യമില്ല. ആൻഡ് ഡെലാപ്പിനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എങ്ങനെ നോക്കിയാലും ചെൽസിയിലേക്ക് തന്നെ വരാനായിരിക്കും ആഗ്രഹിക്കുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ നേരത്ത് അവര് ഇപ്പൊ എവിടെ ഫിനിഷ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ബട്ട് എനിവേ യൂറോപ്പ് കളിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചെൽസി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെലാപ്പിന് അത് ഭയങ്കര ഇൻസെന്റീവ് തന്നെയായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ മെയിൻ സ്ട്രൈക്കറൊക്കെ ആയിട്ട് തന്നെ കളിക്കണം എന്നൊക്കെ വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെൽസിയിലേക്ക് വരില്ല. പക്ഷെ എന്നാലും അവനും അറിയാം ചെൽസി അല്ലെങ്കിൽ ആർസണൽ അല്ലെങ്കിൽ ഇപ്പൊ ലിവർപൂൾ അങ്ങനെയൊക്കെ ഒരു ക്ലബിലൊക്കെ സ്ട്രൈക്കറായിട്ട് വരിക എന്ന് തന്നെ പറയണത് അവന് ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ മെയിൻ സ്ട്രൈക്കറായിട്ടൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ക്ലബ്ബുകളിൽ അതുപോലെ പ്രൂവ് ചെയ്യണം. അതല്ലാണ്ട് അവന് കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവനും അറിയാം. അവന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റെഗുലർലി മെയിൻ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നുള്ള അറിയാം. ജാക്സന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. അവന് നമുക്കൊരു ബോക്സ് ത്രെറ്റ് ഇല്ല. ഡെലാപ്പ് ഇസ് എ പക്ക ബോക്സ് ത്രെറ്റ്. ആ ബോക്സ് ത്രെറ്റ് നമുക്ക് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ്. സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു സൈനിങ് വളരെ ക്ലിയർ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാ ഗ്രൗണ്ട് വർക്കും ഡെലാപ്പിന് വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്ട്രൈക്കറിൽ വേറെ കുറെ ഓപ്ഷൻസും ഉണ്ട്. സെസ്കോ ഉണ്ട്, ഗ്യോക്കറസ് ഉണ്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓസിമൻ ഉണ്ട്, പല ഓപ്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഡെലാപ്പിനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ സ്കൗട്ട് ചെയ്ത് മോണിറ്റർ ചെയ്ത് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ വിളിച്ചോണ്ടു. പിന്നെ നമുക്ക് വെയിറ്റ് സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ ഇൻസെന്റീവ് സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ പ്രായമുണ്ട്. അങ്ങനെയൊക്കെ കുറെ ആയിരക്കണക്കിന് എന്തിനു പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാത്തത്. അവസാനം എല്ലാം കൂടെ കറങ്ങി തിരിച്ചിട്ട് ഡെലാപ്പിന്റെ അടുത്ത് പോകും. എന്നാൽ പിന്നെ ഇവനെ തന്നെ ആദ്യം ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് സൈൻ ചെയ്ത് തീർക്കുക, തലവേനെ അങ്ങോട്ട് തീർക്കുക. നമുക്ക് ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാനായിട്ട് ഒരു പ്ലെയറിനെ വേണം. പ്രീമിയർ ലീഗ് പ്രൂവൻ ആണ്. അവൻ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സമയമൊന്നും വേണ്ട. അവനെ പിടിച്ചങ്ങോട്ട് സൈൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി അവൻ ക്ലിക്ക് ആവുകയില്ലോ എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാം. ബട്ട് അറ്റ്ലീസ്റ്റ് നൗ വി ഹാവ് എ സ്ട്രൈക്കർ. പിന്നെ വേണ്ടത് നമുക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിംഗർ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിലേക്ക് പറയാം. ഡെലാപ്പ് വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെൽസി ഡെലാപ്പിനെ സൈൻ ചെയ്യുന്നതിന്റെ ഉള്ള തോട്ടിനെ കുറിച്ച് നിങ്ങളുടെ തോട്ട്സ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. സൈനിങ് ഓഫ് SK as usual from Chelsea Garden.